നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ചേലും കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണേ, മണിവാനത്താരം പെണ്ണിൻ മെയ്യിൽ മിന്നാണേ. താരമ്പൻ നിന്നെ കണ്ടാലമ്പും വില്ലും വച്ചേനെ, കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനേ. നെഞ്ചോരം ചോരുണ്ട്, ചുണ്ടോരം ശീലുണ്ട്, കണ്ടാലും കൂടുമ്പം കൊണ്ടാടണ്ടേ. കൊണ്ടാട്ടച്ചേരാക്കാൻ നല്ലാട്ടക്കാരുണ്ട്, കരനീളെ പന്തൽ കെട്ടി തപ്പും മുട്ടിച്ചെന്റെ കുട്ടി കാത്തിരിക്കും നേരം വന്നെ ചില്ലം ചില്ലാല. കലമാനോടിഷ്ടം കൂടാനൊരു ശൃംഗം വന്നാലോ, കഥ ചൊല്ലാനുണ്ടോ പിന്നെ നെഞ്ചിൽ തീയല്ലേ. പണ്ടേ പറഞ്ഞിട്ടില്ലേ നീ കണ്ടറിഞ്ഞിട്ടില്ലേ, ഒരു പെണ്ണോടിഷ്ടം വന്നാൽ ആരും മാനായി തീരൂലേ. ചൊല്ലു കാണാതെ നിൽക്കാനും വയ്യാതായിരുന്നോ, ഇന്നും മിണ്ടിയിട്ടും മിണ്ടിയിട്ടും തീരാതായിരുന്നോ. വന്നു തൊട്ടിട്ടും തൊട്ടിട്ടും പോരാതായിരുന്നോ, ഇപ്പം നെഞ്ചോരം കൽക്കണ്ട കൂടുന്നുണ്ടെന്നോ. കൈ രണ്ടും കെട്ടിയിട്ട് ഓടാൻ പറയുന്നത് പോലെയാ ഇവിടുത്തെ കാര്യം. സുമംഗല മേഡവും ദർശനയും പറയുന്നത് ഇതൊരു കൂട്ടുകുടുംബമാ, ആരെയും പിണക്കാൻ പറ്റില്ലെന്നൊക്കെയാ. എല്ലാരും ചേർത്ത് നിർത്തണോന്ന്. ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ആ ഗിരിജയെ പിടിച്ചകത്തിട്ട് 4 പൂശിയ തീരാവുന്ന പ്രശ്നങ്ങളെ ഇവിടെ ഉള്ളൂ. പ്രിയ മേഡം പറഞ്ഞതുപോലെ കാടടിച്ചു പിടിപ്പിക്കാൻ പറ്റില്ലല്ലോ. ക്രിമിനൽ മെന്റാലിറ്റിയിൽ ബോണായിട്ടുള്ളൊരു സ്ത്രീയാണ് അവൾ. ഒരിക്കൽ ഞാൻ അവളെ പിടിച്ച് ജയിൽ വാർഡൻ രമണിയെ വരുത്തി 2 പൊട്ടിച്ചതാ. എനിക്കന്ന് കൈ ധരിച്ചു വന്നതാ, പക്ഷെ പറ്റില്ലല്ലോ. എനിക്കറിയാം, ഗിരിജയെ പിടിച്ച് അകത്തിടാൻ വിനു പോത്തൻ സാറിനോട് പറഞ്ഞതാ, എന്നിട്ട് ദർശനം സമ്മതിച്ചില്ല. ആ ഗിരിജയൊക്കെ കൊന്നുകളയാ വേണ്ടത്. പോലീസ് പിടിച്ചാലും പണമുള്ളത് കൊണ്ട് അവൾ ഈസിയായിട്ട് പുറത്തിറങ്ങും. മാഷധികം വാശിയൊന്നും പിടിക്കണ്ട, അവിടെ ഉണ്ടല്ലോ 2 പേര്, മാഷിന്റെ ഭാര്യയും മകനും. അവരവിടെ കൊണ്ട് നിർത്തിയിരിക്കുമല്ലേ. അവരെ അടുപ്പിക്കരുതെന്ന് ദർശന പറഞ്ഞതല്ലേ. ഗിരിജയ്ക്ക് സമാസമം നിൽക്കുന്നവരാ അവരും. സുധർമ്മ കുറച്ചധികം വിഷം സുധർമ്മയ്ക്കാണോന്നും എനിക്കൊരു സംശയമുണ്ട്. ദർശനയുടെ കൂടെ തന്നെയാണല്ലോ അവരും താമസം. നഞ്ചെന്തിനാ നാനാഴി പറയുന്നത് പോലെയാ. ഇനി നമ്മൾ ആലോചിക്കേണ്ടത് നാളത്തെ കല്യാണത്തിന്റെ പ്രൊട്ടക്ഷന്റെ കാര്യമാണ്.
ഈ ഗിരിജയും സുധർമ്മയും കൂടി ഒന്നിച്ചെന്നറിയാലോ. വിഷവും കൂടി ചേർന്നാൽ ഇരട്ടി പണിയാവും. ഇവരുടെ ബന്ധുക്കളെയൊന്നും നമുക്കറിയില്ലല്ലോ. അപരിചിതരായിട്ടുള്ളവരെ തിരഞ്ഞു കണ്ടുപിടിക്കാനും പ്രയാസം. ഞാൻ ചില പ്ലാനുകളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ എന്തായാലും ഞാൻ ഒപ്പമുണ്ട്. രൂപേഷിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചവരിൽ നിന്ന് എന്തും പ്രതീക്ഷിക്കാം. എന്തായാലും ഈ കല്യാണം നടക്കണം. ഒന്നാമതെ രൂപേഷിന്റെ കല്യാണം ഒന്ന് മുടങ്ങിപ്പോയതാ. ഇത്തവണ അത് സംഭവിക്കാൻ ഇടവരരുത്. മണിയപ്പാ വാ. ഈ ഹൽദിയോ മെഹന്തിയോ ഇതൊന്നും അല്ല നമ്മുടെ പാരമ്പര്യം. ഒക്കെ കാശ് പൊട്ടിക്കാനുള്ള ഓരോ തട്ടിപ്പുകളാ. ഇതൊന്നും അല്ല നമ്മൾ മലയാളികൾക്ക് പറഞ്ഞിട്ടുള്ളത്. പവിത്രം പറഞ്ഞില്ലേ, ഹെലികോപ്റ്ററിൽ വരം വന്നിറങ്ങണം, ആന വേണം, അമ്പാരി വേണോന്നൊക്കെ. അതൊന്നും വേണ്ട. പണ്ടൊക്കെ കഥകളിയും പാട്ടുകച്ചേരിയും ഒക്കെ നടത്തും. കല്യാണ മണ്ഡപത്തിൽ തന്നെ ഗാനമേളയും ഡാൻസും ഒക്കെ ഉണ്ടാവും. രൂപേഷ് മോന്റെ കല്യാണത്തിന് എന്റെ വക ഒരു മെഗാ തിരുവാതിരയാ നടത്താൻ പോന്നെ. മോനെ അതിനുള്ള ഏർപ്പാടൊക്കെ ചെയ്തിട്ടുണ്ടോ? ഒക്കെ റെഡിയാ മുത്തശ്ശി. ആ, താലികെട്ടിന് മുമ്പ് വധുവിനെ വരവേൽക്കാൻ 500 പേരുടെ മെഗാ തിരുവാതിര. ആണോ? പിന്നെ അയ്യോ, 5 സാധു പെൺകുട്ടികളുടെ താലികെട്ട്. ആ സാധു പെൺകുട്ടികളുടെ താലികെട്ടിനിടയിലായിരിക്കും നമ്മുടെ രൂപേഷ് മോന്റെയും ദർശനയുടെയും കല്യാണം. ദർശന പറഞ്ഞതുപോലെ അർഹതയുള്ള 5 പെൺകുട്ടികളെ തെരഞ്ഞെടുത്തു. കൂടാതെ 500 പേരുടെ മെഗാ തിരുവാതിര. ചുമ്മാ തള്ളി മറിക്കല്ലേ മുത്തശ്ശി, 500 പേരുടെ തിരുവാതിര. ഓ പിന്നെ തിരുവാതിര വല്ല ഗാനമേള ആയിരുന്നെങ്കിൽ 4 പാട്ടെങ്കിലും കേൾക്കായിരുന്നു. നമ്മളെ നമ്മുടെ മണ്ണ് മറന്നു മാനത്ത് നോക്കി നടക്കരുത്. നമ്മുടെ സ്വന്തം തനത് കലയാ തിരുവാതിരയും മോഹിനിയാട്ടവും. അതൊക്കെ വേണം നമ്മുടെ കല്യാണങ്ങൾക്ക്. നിങ്ങൾ നോക്കിക്കോ, ഈ പ്രാവശ്യത്തെ തിരുവാതിരയും രൂപേഷ് മോന്റെ കല്യാണവും ഒത്തുവന്നതേ അവന്റെ ഭാഗ്യമാ. മഞ്ഞൾക്കുളിയല്ല, ആറ്റിലെ നീറ്റിൽ അടിച്ചു തുടിച്ചു കുളിച്ചിട്ട് വേണം തിരുവാതിര പാടാനും ആടാനും. ശ്രീ പരമശിവന്റെ നാളാ തിരുവാതിര. പരമശിവനും പാർവതിയും സംഗമിക്കുന്ന അതേ വേളയില നമ്മുടെ രൂപേഷ് മോനും ദർശനയും ഒന്നിക്കാൻ പോകുന്നത്. പോവാ.